നമസ്കാരം. മലയാളം ടോക്സിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. കഴിഞ്ഞ കുറച്ചേറെ വർഷങ്ങളായി കേരള PSC വ്യാകരണ ഭാഗത്ത് ചോദിക്കുകയും എന്നാൽ നമ്മുടെ പാഠ്യഭാഗത്ത് ഡയറക്റ്റ് ഉൾപ്പെടുത്തി കാണാത്തതുമായ ഒരു മേഖല. ആ മേഖലയെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാമെന്ന് കരുതുന്നത്. പ്രത്യേകിച്ച് 10th ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പരീക്ഷകളും, അതുമാത്രമല്ല LP, UP, അതുപോലെ തന്നെ HSA, അതുപോലെ തന്നെ കേറ്ററ്റ് പരീക്ഷകളൊക്കെ തന്നെ സാധാരണയായി ചോദിച്ചു കാണുന്ന ഒരു മേഖല. അതാണ് തദ്ധിതം. നമുക്കറിയാം, നമ്മുടെ വ്യാകരണ നിയമങ്ങളിൽ ഏറ്റവും പ്രധാനമായി പരാമർശിക്കുന്ന ഒരു ഭാഗമാണ് തദ്ധിതം. ഞാനിവിടെ വ്യാകരണ നിയമങ്ങൾ എന്ന ഒരു ഭാഗം പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ക്ലാസ്സിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ പ്രധാനമായും ഫോളോ ചെയ്യുന്ന ഒരു വ്യാകരണ ഗ്രന്ഥമുണ്ട്. അതാണ് കേരള പാണിനീയം. ഏതാണ്? കേരള പാണിനീയം. ഈ കേരള പാണിനീയം എഴുതിയത് കേരള പാണിനി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന AR രാജരാജ വർമ്മയാണ്. ഒന്നുകൂടെ പേരെന്താണ്? AR രാജരാജ വർമ്മ. നമുക്കറിയാം, നമ്മുടെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈയാകരണൻ എന്നറിയപ്പെടുന്നത് വൈയാകരണൻ. വ്യാകരണം അഭ്യസിച്ചവനെ അല്ലെങ്കിൽ വ്യാകരണം അറിയുന്നവനെയാണ് നമ്മൾ വൈയാകരണൻ എന്ന് വിളിക്കുക. അങ്ങനെ ഏറ്റവും പ്രധാനമായും വൈയാകരണനായി നമുക്ക് അറിയുന്ന ഒരു വ്യക്തിയാണ് AR രാജരാജവർമ്മ. അദ്ദേഹം സംസ്കൃത വ്യാകരണ ഗ്രന്ഥമായ പാണിനീയം, ഓക്കെ, ഈ പാണിനീയത്തിന്റെ മാതൃകയിൽ, ഓക്കെ, ഇത് എഴുതിയിട്ടുള്ളത് സംസ്കൃത വൈയാകരണനായുള്ള പാണിനി എന്ന മഹർഷിയാണ്, പാണിനി മഹർഷി. അപ്പോ ഈ സംസ്കൃത വ്യാകരണ ഗ്രന്ഥമായ പാണിനീയത്തിന്റെ മാതൃകയിലാണ് AR തന്റെ മലയാള വ്യാകരണ ഗ്രന്ഥമായ കേരള പാണിനീയം തയ്യാറാക്കിയിരിക്കുന്നത്. ഒന്നുകൂടെ, സംസ്കൃത വ്യാകരണമായ പാണിനീയത്തിന്റെ മാതൃകയിലാണ് AR രാജരാജവർമ്മ തന്റെ മലയാള വ്യാകരണം തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് നമ്മൾ ആ കൃതിക്ക് കേരള പാണിനീയം എന്നും അതെഴുതിയ ARനെ കേരള പാണിനി എന്നും വിളിക്കുന്നത്. ഇത് മൈൻഡിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചോളാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് തദ്ധിതം എന്താണ് എന്നുള്ളതാണ്. ഞാനിവിടെ എന്തിന് പാണിനിയെ പറഞ്ഞു, അല്ലെങ്കിൽ കേരള പാണിനിയെ പറഞ്ഞു എന്ന് വെച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ പഠിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ വ്യാകരണങ്ങളും ആരുടെയാണ്? ഈ പറയുന്ന AR രാജരാജവർമ്മയുടെ കേരള പാണിനീയത്തിന്റെ മാതൃകയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകുന്നു. അപ്പൊ നമുക്ക് അതിൽ ആദ്യം പഠിക്കേണ്ടത് തദ്ധിതം എന്ന ഒരു ഭാഗത്തെ കുറിച്ചാണ്. തദ്ധിതം. അപ്പൊ എന്താണ് തദ്ധിതമെന്നും തദ്ധിതത്തിന്റെ വിശേഷണങ്ങളും തദ്ധിതത്തിന്റെ പിരിവുകളും ഒക്കെയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ രൂപപ്പെടുന്ന പുതിയൊരു നാമപദത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? തദ്ധിതം എന്ന് വിളിക്കുന്നത്. നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ രൂപപ്പെടുന്ന മറ്റൊരു നാമപദം. നമ്മളെ പേര്, അല്ലെങ്കിൽ തദ്ധിതം എന്ന പേര് കേൾക്കുമ്പോൾ ഇതെന്തോ വലിയൊരു സംഭവമായിട്ട് തോന്നും. ഒന്നുമല്ല, സംഭവം സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ മിടുക്കനായ ഒരു കുട്ടി, അല്ലെ, മിടുക്ക് ഉള്ള ഒരു കുട്ടിയെ നമ്മൾ മിടുക്കൻ എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലെ? ഇച്ചിരി മടിയുള്ള ഒരാളെ നമ്മൾ മടിയൻ എന്ന് വിളിക്കും. ഓക്കെ, അടിമയായിരിക്കുന്ന അവസ്ഥയെ നമ്മൾ അടിമത്വം എന്ന് പറയും. ശിശുവായിരിക്കുന്ന അവസ്ഥയെ നമ്മൾ ശൈശവം എന്ന് പറയും. ഓക്കെ അല്ലെ? ഇനി മൂപ്പുള്ള ഒരാളെ മൂപ്പൻ എന്ന് പറയും. കൂനുള്ള ഒരാളെ കൂനൻ എന്ന് പറയും. അങ്ങനെയൊന്നും ആരും പറയണ്ട, എങ്കിലും എന്റെ പോയിന്റ്. അപ്പൊ ഒരു നാമത്തിൽ നിന്നോ ഒരു വിശേഷണത്തിൽ നിന്നോ പുതിയൊരു പദം രൂപം കൊണ്ടു. ക്ലിയർ അല്ലേ? ഇപ്പൊ ജനകൻ എന്ന വാക്കിൽ നിന്നാണ് ജനകന്റെ പുത്രി എന്ന അർത്ഥത്തിൽ ജാനകി എന്ന പുതിയ പദം രൂപം കൊണ്ടത്. ദശരഥൻ എന്ന വാക്കിൽ നിന്നാണ് ദാശരഥി എന്ന, അതായത് ദശരഥന്റെ പുത്രൻ എന്ന അർത്ഥം വരുന്ന ദാശരഥി എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോ ഇത്തരത്തിൽ ഒരു പേരിൽ നിന്നോ ഒരാളുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ഏതൊന്നിന്റെയും വിശേഷണത്തിൽ നിന്നോ രൂപം കൊള്ളുന്ന പുതിയ നാമപദത്തെയാണ് നമ്മൾ തദ്ധിതം എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലെ? ഒന്നുകൂടെ, നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ രൂപം കൊള്ളുന്ന പുതിയ നാമപദം, അതാണ് തദ്ധിതം. ഓർമ്മയില്ലേ, പണ്ട് നമ്മൾ സ്കൂളിൽ ഈ കൂട്ടുകാർക്കൊക്കെ ഇരട്ടപ്പേരിടാറുണ്ട്, നമുക്കും കിട്ടാറുണ്ട്. ഓക്കെ, ശരി. ഓക്കെ, അങ്ങനെ ഇരട്ടപ്പേരിടാറുണ്ട്. അപ്പൊ ചില പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർ എന്നർത്ഥത്തിൽ. ഓക്കെ, ഇപ്പൊ വടക്ക് നിന്നുള്ളവനെ വടക്കൻ എന്നും തെക്ക് നിന്നുള്ളവനെ തെക്കൻ എന്ന് വിളിക്കും. പൂച്ച, അല്ലെ, നല്ല തിളക്കമുള്ള കണ്ണുള്ളവനാണെങ്കിൽ നമ്മൾ, കണ്ണുള്ളവളാണെങ്കിൽ നമ്മൾ പൂച്ചക്കണ്ണി എന്ന് വിളിക്കും, അല്ലെ, പൂച്ചക്കണ്ണി. അപ്പൊ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് കാരണം ആ പദത്തിൽ നിന്ന് രൂപം കൊണ്ടുവന്നതാ, സംഭവം കത്തിയുള്ള. അപ്പോ എന്റെ പോയിന്റ് ഇതാണ്, ഒരു പേരിൽ നിന്നോ വിശേഷണത്തിൽ നിന്നോ രൂപം കൊള്ളുന്ന പുതിയ നാമപദം, അതിനെ തദ്ധിതം എന്ന് വിളിക്കും. ഇത് നോക്കിയേ, മുതലാളി എന്ന പദത്തിൽ നിന്നാണ് മുതലാളിത്തം എന്ന പദം രൂപം കൊണ്ടത്. കുട്ടി എന്ന പദത്തിൽ നിന്നും കുട്ടിത്തം എന്ന പദം രൂപം കൊണ്ടു. വർഷം എന്ന പദത്തിൽ നിന്നും വാർഷികം എന്ന പദവും രൂപം കൊണ്ടു. എങ്ങനെ? കുട്ടി എന്ന പദത്തിൽ നിന്ന് കുട്ടിത്തവും വർഷം എന്ന പദത്തിൽ നിന്ന് വാർഷികവും രൂപം കൊണ്ടു. സ്ത്രീ എന്ന പദത്തിൽ നിന്നും സ്ത്രീത്വം രൂപം കൊണ്ടു. സ്ത്രീ എന്ന പദത്തിൽ നിന്നും സ്ത്രീത്വം രൂപം കൊണ്ടു.
ദശരഥൻ എന്ന വാക്കിൽ നിന്നും ദാശരഥി എന്ന പദം രൂപം കൊണ്ടു. എങ്ങനെ? ദശരഥൻ എന്ന വാക്കിൽ നിന്നും ദാശരഥി. മൃദു എന്ന വാക്കിൽ നിന്നും മൃദുത്വം രൂപം കൊണ്ടു. കണ്ടോ? അപ്പൊ ഇത്തരത്തിൽ ഒരു വാക്കിൽ നിന്നോ ഒരു വിശേഷണം നിന്നോ രൂപം കൊള്ളുന്ന പുതിയ നാമപദത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? തദ്ധിതം എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ, ഒരു നാമത്തിൽ നിന്നോ വിശേഷണത്തിൽ നിന്നോ രൂപം കൊള്ളുന്ന പുതിയ നാമപദം. തദ്ധിതത്തിന് പല പിരിവുകളുമുണ്ട്. എങ്കിലും നമുക്ക് PSC പ്രധാനമായും തരുന്നത് 4 പിരിവുകളെ കുറിച്ചുള്ള പഠനമാണ്. അതിലാദ്യത്തേതാണ് തന്മാത്ര തദ്ധിതം. തന്മാത്ര എന്നതിന് തത് മാത്ര എന്ന് പഠിക്കുക, അത് മാത്രം എന്ന് ഓർത്തു വയ്ക്കുക. തത് മാത്ര എന്നാൽ അത് മാത്രം. ഞാൻ പറഞ്ഞു ഈ തദ്ധിതത്തിന് 4 പിരിവുകളുണ്ട്. തന്മാത്ര തദ്ധിതം, അതുപോലെ തന്നെ എന്താണ് തദ്വത് തദ്ധിതം, പൂരണി തദ്ധിതം, നാമനിർമ്മായി തദ്ധിതം. ഇവയാണ് 4 പിരിവുകൾ. ഏതൊക്കെയാണ്? തന്മാത്ര തദ്ധിതം, തദ്വത് തദ്ധിതം, പൂരണി തദ്ധിതം, നാമനിർമ്മായി തദ്ധിതം. അപ്പൊ ഇതിൽ ആദ്യത്തേതാണ് ഞാൻ പറഞ്ഞ തന്മാത്ര. തത് മാത്ര, അത് മാത്രം. സെറ്റല്ലേ? നോക്കിയേ, തന്മാത്ര എന്നതിന് അത് മാത്രം എന്നാണ് ഇവിടെ അർത്ഥം. തന്മാത്ര എന്നതിന് അത് മാത്രം എന്നർത്ഥം. ഒരു വസ്തുവിൽ പ്രധാനമായി കാണുന്ന ഒരു ഗുണത്തെ മാത്രം എടുത്തു കാണിക്കുന്നത് തന്മാത്ര തദ്ധിതം. ഒന്നുകൂടെ, ഒരു വസ്തുവിലുള്ള ഒരു ഗുണത്തെ മാത്രം എടുത്തു കാണിക്കുന്നു. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ പേന ഒന്ന് നോക്കിയേ മക്കളെ, ഇതെന്റെ പേനയാണ്, ഇതെന്റെ പുതിയ പേനയാണ്. ഇത് നല്ല മനോഹരമായിട്ട് എഴുതാൻ പറ്റും, പല വർണ്ണത്തിൽ എഴുതാൻ പറ്റും, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത്ര നീളമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇതിന്റെ പ്രധാനമായ സവിശേഷതയിൽ ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിന്റെ പുതുമയാണ്. ഇതിന്റെ പുതുമ, അതായത് ഒരുപാട് ഗുണങ്ങളുള്ളതിൽ ഒന്ന് മാത്രം ഞാൻ പറഞ്ഞു, ഒന്ന് മാത്രം. ക്ലിയർ അല്ലേ? ഒരുപാട് ഗുണങ്ങളുള്ളതിൽ ഒന്നിനെ മാത്രം സൂചിപ്പിക്കുന്നു. ഇത്തരത്തിൽ അനേക ഗുണങ്ങളുള്ളതിൽ ഒന്നിനെ മാത്രം എടുത്തു പറയുന്നുവെങ്കിൽ അത് തന്മാത്ര തദ്ധിതം. ഇത്തരത്തിലുള്ള തദ്ധിതങ്ങളെ കാണിക്കാനായി അതിന്റെ ഒടുവിൽ മാ എന്നോ തമ്മെന്നോ തരമെന്നോ തനമെന്നോ ഉള്ള അക്ഷരങ്ങൾ ഉണ്ടാവും. അതായത് ഈ പദങ്ങൾ അവസാനിക്കുന്നത് മാ, തം, തരം, തനം എന്നീ ശബ്ദങ്ങളിലായിരിക്കും. അപ്പൊ ഇവയെ നമ്മൾ എന്ത് പറയുന്നു? പ്രത്യയങ്ങൾ എന്ന് പറയും, അല്ലെ? അതായത് ഇവയിൽ അവസാനിക്കുന്നു. ഒന്നുകൂടെ, അവസാനിക്കുന്ന ഏതൊക്കെ ശബ്ദങ്ങളിലാ? മാ, തം, തരം, തനം. ഒന്നുകൂടെ, മാ, തം, തരം, തനം. ഓക്കെ. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഭാഗം പഠിപ്പിക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത്, നമ്മുടെ ചാനലിനകത്ത് തന്നെ ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു തദ്ധിതവുമായിട്ട് ബന്ധപ്പെട്ട്. അതിലെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, അതിൽ മെജോറിറ്റി കുട്ടികൾക്കും തദ്ധിതത്തെ കുറിച്ച് വലിയൊരു ധാരണയില്ല. അപ്പൊ എനിക്ക് ഒരുപാട് കുട്ടികൾ പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർ തദ്ധിതം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാമോ എന്നുള്ളത്. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഞാൻ തദ്ധിതം പറയാമെന്ന് കരുതുന്നത്. മക്കളെ ദയവ് ചെയ്തത് പഠിച്ചു വെക്കുക, സ്കിപ്പ് ചെയ്യരുത്. PSC സ്ഥിരമായിട്ട് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്, സോ പഠിച്ചു വെക്കുക. ഓക്കെ. ഇനി എങ്ങനെയൊക്കെയാണ് ഇത് ഉദാഹരണം കണ്ടെത്തുക? ഞാൻ പറഞ്ഞു മായും തമ്മും തരവും തനവും അല്ലേ വാക്കുകൾ തീരുന്നത്. അപ്പൊ നോക്കിയേ, മാ എന്ന ശബ്ദത്തിൽ തീരുന്ന തന്മാത്ര തത്വങ്ങൾ ഏതൊക്കെ നോക്കാം? പുതുമ, പഴമ, നന്മ, തിന്മ, നേർമ, വെണ്മ, എളിമ എന്നിവ. ഒന്നുകൂടെ, പുതുമ, പഴമ, നന്മ, തിന്മ, നേർമ, വെണ്മ, എളിമ എന്നിവ. ഒന്നുകൂടെ, പുതുമ, പഴമ, നന്മ, തിന്മ, നേർമ, വെണ്മ, എളിമ എന്നിവ എന്തിനുദാഹരണങ്ങളാണ്? ഈ പറയുന്ന തന്മാത്ര തദ്ധിതത്തിന്. അതായത് ഒരുപാട് ഗുണങ്ങളുള്ളത്. ഇപ്പൊ ഒരു പുതിയൊരു വസ്തു, അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, പക്ഷെ അതിൽ ഒന്നിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തു, അത് പുതുമ. ഇനി ഒരു വസ്തു പഴയതാണ്, പഴയൊരു വസ്തു, അതിന്റെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവാം, അല്ലെ? പക്ഷെ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താ? അതിന്റെ പഴമ എന്നത്. നന്മ, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ പറയാലോ, ഇന്ന് ആരുടെ ക്ലാസ് ആയിരുന്നു നിങ്ങൾ യൂട്യൂബിൽ കണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയും? അത് നന്മയുള്ള ഒരു സാറിന്റേതാണ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ പറയുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലെ? ശരി, ഓക്കെ. അപ്പൊ നന്മ, അത് ഈ പറഞ്ഞ പോലെ ഒരു പദമല്ലേ? ശരി. തിന്മ, തിന്മ, നേർമ, വെണ്മ, എളിമ, അല്ലെ? അപ്പൊ ഇവയൊക്കെ തന്നെ എന്താണ്? ഈ പറയുന്ന തന്മാത്രദ്ധിതമാണ്. മക്കളെ പെട്ടെന്ന് ആ പദം കണ്ടതുകൊണ്ടാണ് വെണ്മ, വെണ്മ. ഇത് ഇങ്ങനെ എഴുതുക, വെണ്മ, അല്ലെ? വെണ്മ. ഈ വെണ്മ എന്ന് പറയുന്ന പദം പിരിച്ചെഴുതുന്നത് വെൾ പ്ലസ് മാ എന്നാണ് കേട്ടോ. നമ്മൾ വരുന്ന ദിവസങ്ങൾ ഉറപ്പായിട്ട് പിരിച്ചെഴുത്തിന് ഒരു സീരീസ് നമ്മൾ തുടങ്ങും. കുഞ്ഞു കുഞ്ഞു ട്രിക്കുകളൊക്കെ വെച്ചുള്ള ഒരു കുഞ്ഞു സീരീസ് നമ്മൾ തുടങ്ങും കേട്ടോ. ഞാൻ പറഞ്ഞുതരാം അവിടെ. ഓക്കെ. ഇനി ഓർത്ത് വയ്ക്കുക, തം, 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 തം. അതിനു മുമ്പ് ഒരു മിനിറ്റ്, ആ വെണ്മ, അതൊരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, നിങ്ങൾക്ക് തന്നിരിക്കുന്ന പദത്തിനകത്ത് നായാണ് ചേർത്തെഴുതുമ്പോൾ ഉള്ളത്, ന അല്ലെങ്കിൽ ന്, നായാണ് ചേർത്തെഴുതുമ്പോൾ ഉള്ളതെന്ന് കരുതുക. എങ്കിൽ അത് ള് ആക്കണം. അതായത് ഇന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് ഇള്ളാക്കണം. ഓക്കെ. ഇവിടെ കണ്ടില്ലേ വെണ്മ, വെണ്മ. ഒന്ന് നോക്കിയേ, കണ്ടോ? വെണ്മ, ഇതാണ് വാക്ക്, അല്ലെ? നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് നായും മായും ഒരുമിച്ചിരുന്നു. അതായത് വെണ്മ എന്നുള്ള അർത്ഥത്തിൽ, അല്ലെ? വെണ്മ ഒരുമിച്ചിരുന്നു, വെണ്മ. ഇനി ഇതിലെ ന, ന് മാറ്റി അവിടെ എന്തിനെ കൊണ്ടുവരുന്നു? ഇള്ള് കൊണ്ടുവരുന്നു.
വെൽ പ്ലസ് മ. ഇത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇതേപോലെ ഒരുപാട് എടുത്ത് പറ്റും. അത് നമുക്ക് പറ്റും. വെൺമേഘം എന്ന പദം ഇവിടെ നോക്കിയേ, വെൺമേഘം, വെൺമേഘം. ഓക്കെ, ഇവിടെതാ ഇണ്ണ് കട്ട് ചെയ്ത് അപ്പൊ ഇള്ളിട്ടു, പകരം മിച്ചമുള്ളത് മേ. അപ്പൊ വെൽ പ്ലസ് മേഘം. അപ്പൊ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് കുഞ്ഞു കുഞ്ഞു ട്രിക്കുകളൊക്കെ ഞാൻ അടുത്ത ദിവസം വരും, അല്ലെങ്കിൽ വരുന്ന ക്ലാസ്സുകൾ ഞാൻ അത് അറേഞ്ച് ചെയ്യാം കേട്ടോ, പറഞ്ഞുതരാം. ഓക്കെ, മുന്നോട്ട് പോകുന്നു. ഇനി തമ്മിലാണെങ്കിൽ അടിമത്തം, വിഡ്ഢിത്തം, ഭോഷത്വം പോലുള്ള പദങ്ങൾ തന്മാത്ര തദ്ധിതമാണ് തമ്മിൽ തീരുന്നത്. അടിമത്തം കണ്ടോ, സ്ഥിരമായി PS ചോദിക്കുന്ന ചോദ്യം, PS സ്ഥിരം ചോദ്യമാണ് അടിമത്തം. അതുപോലെ തന്നെ കുട്ടിത്തം, കുട്ടിത്തം, അതുപോലെ നമുക്ക് കുത്തിത്തം, കുത്തിത്തം. ഇവയൊക്കെ തന്നെ സ്ഥിരമായി PS ചോദിക്കുന്ന തന്മാത്ര തദ്ധിതങ്ങളാണ്, തദ്ധിത രൂപങ്ങളാണ്. പുതുമ, പഴമ, നന്മ, തിന്മ, നേർമ, വെണ്മ, എളിമ, ഇവ മായിൽ തീരുന്ന തന്മാത്ര തദ്ധിതങ്ങളാണ്. തന്മാത്ര തദ്ധിതം, അടിമത്തം, വിഡ്ഢിത്തം, ഭോഷത്വം പോലുള്ളവ തമ്മിൽ തീരുന്നു. ഇനി തരം, തരത്തിൽ കള്ളത്തരം, മുട്ടാളത്തരം, ചണ്ടിത്തരം, വേണ്ടാത്തരം, അല്ലെ? ഇതൊക്കെ നമുക്ക് പറഞ്ഞൂടെ തരത്തിൽ തീരുന്നത്. ഇനി തരത്തിലാണെങ്കിലോ പുരാതനം, വേണ്ടാത്തനം, കള്ളത്തനം, വേലത്തനം, ഇതൊക്കെ പറയാം. അപ്പോ ഇത്തരത്തിലുള്ള പദങ്ങളെല്ലാം വരുന്ന എവിടെയാണ്? ഈ പറയുന്ന തന്മാത്ര തദ്ധിതത്തിൽ. ഒന്നുകൂടെ, പുതുതായി രൂപം കൊണ്ട് വന്ന പദം, അതായത് ഒരു നാമത്തിൽ നിന്നോ വിശേഷണത്തിൽ നിന്നോ രൂപം കൊണ്ടുവരുന്ന പുതിയ പദം മായിലോ തമ്മിലോ തരത്തിലോ തനത്തിലോ ആണ് തീരുന്നതെങ്കിൽ അത് തന്മാത്ര തദ്ധിതം. എന്നാൽ ഇത് കഴിഞ്ഞ ഏറ്റവും പ്രധാനമാണ് തദ്വത്തദ്ധിതം. എനിക്കൊന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഇത് തന്നെയാണ്. അതുള്ളത്, അതുപോലുള്ളത്, അതിൽ നിന്നുണ്ടായത് എന്നൊക്കെയാണ് അർത്ഥമായി വരുന്നത്. അതായത് പുതുതായി രൂപം കൊള്ളുന്ന ഒരു പദം അതുള്ളത്, അതുപോലുള്ളത്, അതിൽ നിന്നുള്ളത് എന്നിങ്ങനെയുള്ള രീതിയിലാണ് രൂപം കൊള്ളുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? തദ്വത്തദ്ധിതം എന്ന് പറയുന്നു. അൻ, ഈ എന്നിവയാണ് പ്രധാനമായും ഇതിൽ ഉപയോഗിക്കുന്ന പ്രത്യയം. അതായത് ഒരു ദേശത്ത് നിന്നുള്ളവൻ, അവനെ നമ്മൾ ഇപ്പൊ തെക്ക് ദേശത്ത് നിന്നുള്ളവൻ എന്ത് വിളിക്കുന്നു? തെക്കൻ എന്ന് വിളിക്കുന്നു. അത് തദ്വത്തദ്ധിതമാണ്. വടക്ക് ദേശത്ത് നിന്നുള്ളവനാണെങ്കിൽ അവൻ വടക്കൻ, വടക്കൻ, അല്ലെ? ഇനി കൊമ്പുള്ളവൻ എന്ന അർത്ഥത്തിലാണെങ്കിൽ, കൊമ്പുള്ളവനാണെങ്കിൽ അത് കൊമ്പനാണ്. കണ്ടോ, കൊമ്പുള്ളവൻ എന്ന അർത്ഥത്തിൽ കൊമ്പൻ എന്ന പദം ഉപയോഗിച്ചു. കിളിവാല് പോലുള്ളതാണെങ്കിൽ അതിന് നമ്മൾ കിളിവാലൻ എന്ന് പറഞ്ഞു. വെളുത്ത നിറമുള്ളവളാണെങ്കിൽ അവളെ നമ്മൾ വെളുമ്പി എന്ന് പറഞ്ഞു. 3 പല്ലുള്ളത് എങ്കിൽ മുപ്പല്ലി എന്ന് പറഞ്ഞു, അല്ലെ? 3 കണ്ണുള്ളതാണെങ്കിൽ മുക്കണ്ണൻ എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പറഞ്ഞാലും മനസ്സിലായോ? ഇനി അതുപോലെ തന്നെ കൂനൻ, മുടന്തൻ, അല്ലെ? കൂനൻ, മുടന്തൻ, മിടുക്കൻ, സമർത്ഥൻ. ഈ പദങ്ങളൊക്കെ കേമം എന്ന പദത്തിൽ നിന്നാണ് കേമൻ എന്ന പദം ഉണ്ടാകുന്നത്. അപ്പോ ഇതെല്ലാം എന്താണ്? തദ്വത്തദ്ധിതം. അതുള്ളത്, അതുപോലെ ഒരു കാര്യം, ഒരു സ്വഭാവം, ഇന്ന സ്വഭാവം ഉള്ളവൻ ഇന്നയാള്, അപ്പൊ അവൻ തദ്വത്തദ്ധിതം. ഇന്ന ദേശത്തു നിന്ന് വരുന്നവൻ അത് തദ്വത്തദ്ധിതം. ഇന്നതുപോലുള്ളത് തദ്വത്തദ്ധിതം. സംഭവം കണക്ട് ആയോ? അപ്പോ ഇത്തരത്തിലുള്ള പദങ്ങളെ തദ്വത്തദ്ധിതം, ഇതും PS ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഇവയിൽ ഏറ്റവും പ്രധാനമാണ് ഈ കാണുന്ന പൂരണി തദ്ധിതം. ഒന്നുകൂടെ, ഏറ്റവും പ്രധാനമാണ് എന്താ? പൂരണി തദ്ധിതം. സംഖ്യാനാമങ്ങളെ നോക്കിയേ, സംഖ്യാനാമങ്ങളെ പൂരിപ്പിക്കുന്നതാണ് പൂരണി തദ്ധിതം. സംഖ്യാനാമങ്ങളെ പൂരിപ്പിക്കുന്നതാണ് പൂരണി തദ്ധിതം. ആം എന്ന പ്രത്യയം കണ്ടില്ലേ? ഈ കാണുന്ന ആം എന്ന പ്രത്യയമാണ് പൂരണി തദ്ധിതത്തിൽ കൂടുതലായി ചേർക്കാറുള്ളത്. ഓക്കെ, പൂരണി തദ്ധിതത്തിൽ ചേർക്കാറുള്ളത്. അന്നും അള്ളും തൂവും ഒക്കെ തന്നെ പലപ്പോഴും ഇതിൽ ചേർത്തും കാണാം. ഓക്കെ, അതായത് ആം, അൻ, അൾ, തു. അന്യ പുല്ലിംഗ പ്രത്യയം, അള്ള് സ്ത്രീലിംഗ പ്രത്യയം, തൂ നപുംസകലിംഗ പ്രത്യയം, അല്ലെ? ഇവയും എന്തിൽ ചേർക്കാറുണ്ട്? ഈ പറയുന്ന പൂരണി തദ്ധിതത്തിൽ ചേർക്കാറുണ്ട്. നോക്കിയേ, ഇപ്പൊ ഒന്നാമതെത്തുന്ന അല്ലെങ്കിൽ ആദ്യത്തെ പാഠത്തെ നമ്മൾ എന്ത് പറയുന്നു? ഒന്നാം പാഠം എന്ന് പറയുന്നു. ഒന്നാം സംഖ്യയെ സൂചിപ്പിക്കുന്നത് പൂരണി തദ്ധിതം. ഇനി രണ്ടാമത്തെ ദിവസമാണെങ്കിൽ അതിനെ നമ്മൾ രണ്ടാം ദിനം അഥവാ രണ്ടാം ദിവസം എന്ന് പറയുന്നു. രണ്ടാം സംഖ്യയെ സൂചിപ്പിക്കുന്നു. ഒന്നാമതെത്തുന്ന ഒരാളെ ഒന്നാമൻ എന്ന് വിളിച്ചു. ഒന്നാമൻ, പൂരണി തദ്ധിതം. രണ്ടാമത്തെ എത്തുന്ന ആളാണെങ്കിൽ രണ്ടാമത്തവൾ, രണ്ടാമൾ, അല്ലെ? രണ്ടാമതെത്തുന്നവൾ, രണ്ടാമത്തവൾ, അത് രണ്ടാം എന്നുള്ള പദത്തിൽ അതും പൂരണി തദ്ധിതമാണ്. മൂന്നാമത്തേത്, അഞ്ചാമത്തവൾ. അതായത് സിമ്പിളായി പറഞ്ഞാൽ ഒരു സംഖ്യ ഉണ്ടെങ്കിൽ അത് പൂരണി തദ്ധിതമായിരിക്കും. ഓക്കെ അല്ലെ? ഒരു സംഖ്യ ഉണ്ടെങ്കിൽ അത് പൂരണി തദ്ധിതം. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, സാർ മുപ്പല്ലി 3 പല്ലില്ലേ, അത് നോക്കണ്ടോ? തീരുന്ന ശബ്ദത്തിൽ ആ പറയുന്ന, അതായത് എന്തിൽ തീരണം? ആമെന്നോ അന്നെന്നോ അള്ളെന്നോ തൂവെന്നോ തന്നെ തീരണം.
ഓക്കെ, അതുകൊണ്ട് ഇത്തരത്തിലുള്ള പദങ്ങളെ നമ്മൾ ഇവിടെ എടുക്കൂ, പൂരണിയിൽ എടുക്കത്തുള്ളൂ. ക്ലിയർ അല്ലേ? മുന്നോട്ട് പോട്ടെ. നാലാമത്തേത്, ഇത് അങ്ങനെ അധികം ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല, എങ്കിലും പറഞ്ഞുതരാം. നോക്കിയേ, നാമത്തെ നിർമ്മിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് നാമനിർമ്മായി എന്ന പദം പ്രയോഗിക്കുക. നാമനിർമ്മായി തദ്ധിതം, നാമത്തെ നിർമ്മിക്കുന്നത്. അതായത് നാമാങ്കജം, പേരച്ചം, ആധാരികാഭാസം, സംബന്ധികാ വിഭക്തി രൂപം എന്നിവയോടുകൂടി അൻ, അൾ, തു എന്നീ ലിംഗപ്രത്യയങ്ങൾ ചേർത്തുണ്ടാകും. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ ഈ പേരച്ചവും ആധാരികാഭാസവും സംബന്ധികാ തൽപുരുഷനും ഇപ്പൊ നോക്കണ്ട, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പൊ നോക്കേണ്ടതെന്നേ ഉള്ളൂ, ഈ ഒരു പ്രവൃത്തി, ഒരു ക്രിയ, ആ ക്രിയയുടെ കൂടെ അൻ, അൾ, തു എന്നിവ ചേർത്ത് വരണം. ഇപ്പൊ കണ്ട എന്ന ശബ്ദത്തിലൂടെ അൻ ചേർത്തപ്പോ കണ്ടവൻ എന്ന് കിട്ടി. കണ്ട എന്ന പദത്തിലൂടെ അൾ ചേർത്തപ്പോൾ കണ്ടവൾ എന്ന് കിട്ടി. കണ്ട പ്ലസ് ത് ചേർക്കുന്ന സമയത്ത് കണ്ടത് എന്ന് കിട്ടും അല്ലെ? ഇവയൊക്കെ എന്ത് തന്നെയാണ്? ഈ പറയുന്ന നാമനിർമ്മായിയാണ്, നാമത്തെ നിർമ്മിക്കുന്നു. അപ്പൊ കണ്ട, നിന്ന, പറഞ്ഞ, പോയ അല്ലെ? നിന്നവൻ, നിന്നവൻ, നിന്നവൾ, നിന്നവൾ, നിന്നത്, നിന്നത്. അപ്പൊ ഇവയൊക്കെ എന്ത് തന്നെയാണ്? ഈ പറയുന്ന നാമനിർമ്മായിയാണ്, നാമനിർമ്മായി. കണ്ടോ? അപ്പൊ ഇത്തരത്തിൽ കണ്ട, നിന്ന, വന്ന, പറഞ്ഞ, പോയ പോലുള്ള ശബ്ദങ്ങളോടൊപ്പം എന്താണ് അൻ, അൾ, തു എന്നീ ലിംഗപ്രത്യയങ്ങൾ ചേർത്ത് വരുന്നത് നാമനിർമ്മായി. ഓക്കെ, വന്ന പ്ലസ് അൻ വന്നവൻ, വന്ന പ്ലസ് അൾ വന്നവൾ, പോയ പ്ലസ് അൻ പോയ പ്ലസ് അൻ 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 പോയ പ്ലസ് അൻ പോയവൻ, പോയ പ്ലസ് അത് പോയത്. ക്ലിയർ അല്ലേ? അപ്പോ ഇവയാണ് ഈ പറയുന്ന പ്രധാനമായ എന്താണ് നമ്മുടെ നാമനിർമ്മായി തദ്ധിതങ്ങൾ. ക്ലിയർ അല്ലേ? നാമനിർമ്മായി തദ്ധിതങ്ങൾ സെറ്റാണേ. മുന്നോട്ട് പോവാലോ, മുന്നോട്ട് പോവാലോ. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു തദ്ധിതങ്ങൾ ഏതൊക്കെയാണ്? തദ്ധിതം 4 തരമുണ്ട്. അതിൽ ആദ്യത്തേത് നാമനിർമ്മായി തദ്ധിതമാണ്. ആദ്യത്തേത് തന്മാത്ര തദ്ധിതമാണ്. തന്മാത്ര എന്നാൽ അതുള്ളത്, തന്മാത്ര എന്നാൽ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതിൽ ഒന്ന് എന്നർത്ഥത്തിൽ. ഓക്കെ, പ്രത്യേകമായി വരുന്നത് മാ, തം, തരം, തനം എന്നിവയാണ്. പുതുമ, പഴമ, നന്മ, അടിമത്തം, വിഡ്ഢിത്തം, ഭോഷത്തം, കള്ളത്തരം, മുട്ടാളത്തരം, ചണ്ടിത്തരം, അതുപോലെ തന്നെ പുരാതനം, വേണ്ടാത്തനം, ആവർത്തനം. കണ്ടോ? ആവർത്തനം, വിവർത്തനം ഒക്കെ വരുന്നത് ഇതിനകത്താണ്. ഓക്കെ, ഇനി തദ്ധിതത്തിൽ അതുള്ളത്, അതുപോലുള്ളത്, അതിൽ നിന്നുള്ളത്. ഇപ്പൊ തെക്കുള്ളവനെ തെക്ക് നിന്നുള്ളവനെ തെക്കനെന്നും, കൂനുള്ളവനെ കൂനെന്നും, മൂപ്പുള്ളവനെ മൂപ്പനെന്നും ഒക്കെ വിളിക്കുന്നത് ഇതിന്റെ ഫലമായിട്ടാണ്. ഇനി പൂരണി തദ്ധിതം സംഖ്യയെ സൂചിപ്പിക്കുന്നത് പൂരണി തദ്ധിതം. ഒന്നാം, രണ്ടാം, ഒന്നാമൻ, മൂന്നാമൻ, പത്താം നാൾ എന്നൊക്കെ വരുന്നത് ഈ പറയുന്ന പൂരണി തദ്ധിതം. നാമനിർമ്മായി നാമത്തെ, അതായത് ഇപ്പൊ കണ്ട, പറഞ്ഞ, പോയ, വന്ന, നിന്ന എന്നീ പദങ്ങളോടൊപ്പം അൻ, അൾ, തു എന്നീ പ്രത്യയങ്ങൾ ചേർത്ത് പുതിയ നാമപദം രൂപം കൊള്ളുന്നത്. ഓക്കെ അല്ലെ? സെറ്റ് അല്ലെ? ഇത്രയും ഈ ഒരു ഭാഗത്ത് നോക്കി വെക്കുക. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.